ആപ്കി അദാലത്തിൽ ക്രിക്കറ്റ് സ്റ്റാർ വസീം അക്രത്തിന് മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടുന്നു എന്നുള്ളതാണ്. വസീം സാർ, ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്നൊരു കാര്യമാണിത്. താങ്കൾ ICC കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ്, ഇതിൽ വെള്ളക്കാരുടെ ഡോമിനേഷൻ ഉണ്ടെന്ന്. ഉണ്ട്. പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എഹ്സാൻ മണി, ഇദ്ദേഹം പാകിസ്ഥാനിൽ ചേർന്നൊരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിക്കാം. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വസീം അക്രം മനസ്സിലാക്കാതാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന്. ICCയിൽ എത്ര ഇന്ത്യക്കാരും പാകിസ്ഥാനികളും ഉണ്ടെന്നൊന്ന് പറയൂ. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ആസ് എ പാകിസ്ഥാനി ഞാൻ ഹോണർഡ് ആണ്. ICC എനിക്ക് ആവശ്യമുള്ള പ്രിവിലേജ് നൽകുന്നുണ്ട്, എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നുണ്ട്. ഒരു രാജ്യത്തിനും പ്രത്യേകിച്ച് പേടിക്കാനോ ഒരു ഫേവറോ ചെയ്യുന്നില്ല. അതിന് അദ്ദേഹം പറയുന്നു പാകിസ്ഥാനി മാത്രം ഉണ്ടാവണമെന്നല്ല, ശ്രീലങ്കൻ ഉണ്ടാവാം, ഇന്ത്യൻ ഉണ്ടാവാം. ഇപ്പോൾ വെള്ളക്കാർ ടെസ്റ്റ് മാച്ച് കളിച്ച് റിട്ടയർ ആവുകയാണെങ്കിൽ അവർക്ക് അവിടെ ജോലി കിട്ടും, ഒരു വർഷം പല ലക്ഷം പൗണ്ട്സ് കിട്ടും. പക്ഷെ നമ്മുടെ ക്രിക്കറ്റേഴ്സ് 5 ടെസ്റ്റ് മാച്ച് കളിച്ചാലും 2020 കളിച്ചാലും അവരെ എന്തുകൊണ്ട് ഇതിലേക്ക് വിളിക്കുന്നില്ല? എന്തുകൊണ്ട്? ഞാൻ ICCക്ക് എഗെയിൻസ്റ്റ് അല്ല, അവിടെ ജോലി എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷെ ആർക്കും പറയാൻ പറ്റാത്തത് ഞാൻ പറയുന്നു. അതിനാണ് എല്ലാവരും അൺനെസസറി കമന്റ്സ് എന്ന് പറയുന്നത്. ഷമീർ അഹമ്മദിന് നേരെ 4 തവണ ആക്ഷൻസ് എടുത്തു. 2 തവണ ആക്ഷൻ എടുത്തത് ക്ലിയറായി, 2ാമത്തെ തവണ ആക്ഷൻ എടുത്തതും ക്ലിയറായി, 3ാമത്തെ തവണ എടുത്തതും ക്ലിയറായി. വീണ്ടും ആക്ഷൻ എടുത്ത് അദ്ദേഹത്തെ സസ്പെക്ട് ചെയ്തു. ഒരു തവണ ഒരാൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ ക്രിക്കറ്റ് കളിക്കാൻ വിടണം. ചുമ്മാ ഇടയ്ക്കിടെ ശല്യം ചെയ്തുകൊണ്ടിരിക്കരുത്. ഓസ്ട്രേലിയയിലേക്ക് പറഞ്ഞയക്കുകയാണെങ്കിൽ ഒരു തവണ ബയോമെട്രിക്സ്, ഹൈ ഗാഡ്ജറ്റ്സ് എന്തൊക്കെയുണ്ട്, എനിക്കതിന്റെ പേരറിയില്ല, അതൊക്കെ ചെയ്ത് ഒരാൾ ക്ലിയർ ആവുന്നുണ്ട്. എന്നിട്ട് വീണ്ടും എന്തിനാണ് ഒരാൾ ശല്യം ചെയ്യുന്നത്? അതുപോലെ തന്നെയാണ് ഹർഭജനും അവർ ചെയ്തത്. പിന്നെ ഷോയിബ് മാലിക്, ഞങ്ങളോട് മാത്രമാണ് ഇങ്ങനെ. പിന്നെ നിങ്ങൾ പറയൂ, എന്നെങ്കിലും ഏതെങ്കിലും ഒരു വെള്ളക്കാരൻ പ്ലെയറിനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ? പറയൂ സർ. താങ്കൾ പറഞ്ഞു വരുന്നത് വൈറ്റ് സ്കിൻ പ്ലെയേഴ്സിനും അങ്ങനെ സംഭവിക്കില്ലെന്നല്ലേ? അതെ, ശരിയാണ്. പിന്നെ നമ്മുടെ സ്ഥലത്തെ പ്ലെയേഴ്സിന് അവസരങ്ങൾ കിട്ടിയാലും അവർ തുറന്നു പറയുന്നില്ല. ഞാൻ എന്തിനു വേണ്ടിയാണ് സംസാരിക്കുന്നത്? ഞാൻ എനിക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നത്. ഫ്യൂച്ചറിൽ നമ്മുടെ ആളുകൾക്ക്, അതായത് ഇന്ത്യൻസിനും പാകിസ്ഥാനികൾക്കും ICCയിൽ ജോലി കിട്ടണം. അതായത് നമ്മുടെ രാജ്യങ്ങൾക്ക് റെപ്രസെന്റേറ്റീവ്സ് വേണം. പക്ഷേ ICCയുടെ പ്രസിഡന്റ് പാകിസ്ഥാനിൽ ചേർന്ന വ്യക്തിയാണ് എഹ്സാൻ മണി. അദ്ദേഹം ഒരു ഏഷ്യൻ ആണ്. അവിടെ ഒരു വേറുകൃത്യം ഇല്ലല്ലോ. അല്ല, അദ്ദേഹം ഏഷ്യൻ അല്ല. അദ്ദേഹം 25 വർഷമായിട്ട് ബ്രിട്ടനിലാണ് ഉള്ളത്. അദ്ദേഹം ബ്രിട്ടീഷാണ്. റെപ്രസെന്റഡ് ബൈ പാകിസ്ഥാൻ. അദ്ദേഹത്തെ താങ്കൾ പാകിസ്ഥാനിയായിട്ട് അംഗീകരിക്കുന്നു? ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷേ അദ്ദേഹം ഇവിടെയല്ല ജീവിക്കുന്നത്. പാകിസ്ഥാന്റെ ഫസ്റ്റ് ക്ലാസിനെ പറ്റി അദ്ദേഹത്തിന് അറിയില്ല, അതിന്റെ കൾച്ചർ അദ്ദേഹത്തിന് അറിയില്ല, അവരുടെ സൈക്കോളജി അദ്ദേഹത്തിന് അറിയില്ല, PCBയെ പറ്റിയും അദ്ദേഹത്തിനൊന്നും അറിയില്ല. അതാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ, വസീം അക്രം കൊടുത്ത സ്റ്റേറ്റ്മെന്റ് അതൊരിക്കലും ക്രിക്കറ്റിന് പ്രയോജനപ്രദമായ ഒരു കാര്യമല്ല. അത് ICCയിലുള്ള ഏഷ്യൻസിന് എതിരായിട്ടുള്ള ഒരു വാക്കുകളാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ കുറച്ചേ ഉണ്ടാവും. പക്ഷേ എന്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ICCക്ക് എതിരല്ല. ഞാൻ ICCക്ക് എതിരെ ഒന്നും തന്നെ ചെയ്തിട്ടുമില്ല. ഒരുപക്ഷെ എഹ്സാൻ മണി അദ്ദേഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെ അദ്ദേഹത്തോട് പറയുമായിരുന്നുള്ളൂ. അതായത് അവരൊരു പുതിയ റൂൾ കൊണ്ടുവന്നിട്ടുണ്ട്. ബിക്കോസ് ഇൻ ദ എൻഡ് അവരുടെ കമ്മിറ്റിയിൽ എന്താണോ ഉള്ളത്, ഒരു 15 ഡിഗ്രി റൂൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ബോളർ 15 ഡിഗ്രി ബെൻഡ് ആയാൽ, ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ബെൻഡ് ആയാൽ അത് തെറ്റാണെന്ന്. എനിക്ക് 15 ഡിഗ്രി എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. സാധാരണ ജനങ്ങൾക്കത് മനസ്സിലാവുമെന്നറിയില്ല. ശരി, അമ്പയർസ് എങ്ങനെയാണ് ഫീൽഡിൽ 15 ഡിഗ്രി നോക്കുക? സോ ഈ 2 തിങ്സ്, വക്കാറിന്റെ സേയിങ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, എയ്തർ യു ചെക്ക് ഓർ യു ഡോണ്ട്, ദർ ഇസ് നോ ഇൻ ബിറ്റ്വീൻ. നിങ്ങൾ ജെർക്ക് ആവുന്നുണ്ടോ അല്ലെങ്കിൽ ആവുന്നില്ലയോ? സോ സിംപ്ലിഫൈ ചെയ്യൂ, അതായത് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. സോ പ്ലേയേഴ്സ് അവരുടെ കരിയറിന്റെ തുടക്കത്തിൽ ഒരുപക്ഷെ സസ്പീഷ്യസ് ആക്ടിവിറ്റീസിലൂടെ അവരെ പിടിച്ച് നിങ്ങൾക്ക് അവരെ ശരിയായിട്ട് തോന്നുന്നില്ലെങ്കിൽ പിന്നെ അവരെ ബാൻ ചെയ്തോളൂ. മുരളീധരൻ 400 ടെസ്റ്റ് വിക്കറ്റ് എടുത്തിട്ടുണ്ട്, പക്ഷെ അദ്ദേഹത്തെ ജെർക്ക് എന്ന് പറയുന്നു. അതിനുശേഷം ജനങ്ങൾ അവരെ ശല്യം ചെയ്യുകയാണ് ഉണ്ടായത്. അതുവരെ മുരളീധരൻ കളിച്ചു, ആർക്കും ഒരു പ്രശ്നം ഉണ്ടായില്ല. അങ്ങനെയാണെങ്കിൽ സൗരവ് ഗാംഗുലിയെ ബാൻ ചെയ്തില്ലേ? അതും അന്യായം തന്നെയല്ലേ? ആ ഇൻസിഡന്റ് ഞാൻ കണ്ടിരുന്നില്ല. അതെ, അദ്ദേഹത്തെ ഒരുപാട് നാൾ ബാൻ ചെയ്തിരുന്നു. ഐ തിങ്ക് 2-3 മാച്ചുകൾക്ക് ബാൻ ചെയ്താൽ ഓക്കെ, ബട്ട് അദ്ദേഹത്തെ 6 മാച്ചുകളിലേക്ക് ബാൻ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. അദ്ദേഹം ചെയ്ത ഒഫൻസ് കുറച്ച് കൂടിയതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് അങ്ങനെ ബാൻ കിട്ടിയത്. പിന്നെ അതിന്റെ റിസൾട്ട് അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന ക്യാപ്റ്റൻഷിപ്പും പോയല്ലോ. തീർച്ചയായും. ഐ തിങ്ക് 6 മാച്ച് കളിക്കാൻ പറ്റാത്തതുകൊണ്ട് താൽക്കാലിക ക്യാപ്റ്റന്റെ പെർഫോമൻസ് മികച്ചതാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ സ്ഥിരമാക്കും. ഇപ്പോൾ നമ്മുടെ സ്ട്രക്ചർ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ പോലെയൊന്നും അല്ല. അതായത് ഒരു വർഷത്തേക്ക് അനൗൺസ് ചെയ്താൽ പിന്നെ അവരാണ്. ഇവിടെ സ്റ്റാൻഡിംഗ് ക്യാപ്റ്റൻ മാച്ച് ജയിച്ചാൽ പിന്നെ അത്രയുള്ളൂ കാര്യം. അടുത്ത ക്യാപ്റ്റൻ വീട്ടിലേക്ക് പോകേണ്ടി വരും. ഇറ്റ്സ് ഡിഫറെന്റ് കൾച്ചർ ഓൾ ടുഗദർ. ഞാൻ താങ്കളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചിരുന്നു. അതിൽ താങ്കൾ പറയുന്നത് സൗരവ് ഗാംഗുലി മാറിപ്പോയെന്ന്, സ്റ്റൈൽ മാറിയെന്ന്, സ്ലീപ്പിംഗ് ക്യാപ്റ്റനായെന്ന്, അതായത് ഗ്രൗണ്ടിൽ ഉറങ്ങുന്ന ഒരു ക്യാപ്റ്റനായി മാറിയെന്ന്. ഞാൻ മാത്രമല്ല, പ്രസ് മുഴുവനും പറഞ്ഞു അദ്ദേഹത്തിന്റെ ഫീൽഡിംഗ് സെറ്റപ്പ് ഒന്നും ശരിയല്ല എന്ന്. ആസ് എ ക്യാപ്റ്റൻ യു ഹാവ് ടു ലീഡ് ഫ്രം ദ ഫ്രണ്ട്. സൗരവ് ഗാംഗുലിയുടെ അടുത്ത് 6 വർഷം മുന്നേ ഉണ്ടായിരുന്ന എന്തൂസിയാസം ഇപ്പോൾ ഇല്ല. അതായത് ഞാനിത് എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് കുറച്ച് കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വഴക്ക് കേട്ടിട്ടാണെങ്കിൽ കൂടി അദ്ദേഹം കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ നെറ്റ്സിൽ നോക്കൂ, പ്രഷർ വന്നതിന് ശേഷം അദ്ദേഹം ബോളിംഗ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് മൈ പോയിന്റ്. സൗരവ് ഗാംഗുലി എന്തെങ്കിലും താങ്കളുടെ ബോളെ അടിച്ചിട്ടുണ്ടോ? ഒരു മാച്ചിൽ അടിച്ചിട്ടുണ്ട്. അത് സ്റ്റാർ സ്പോർട്സിൽ കാണിക്കാറുണ്ട്. കഴിഞ്ഞ 1 വർഷമായിട്ട് അവർ ഈ മാച്ച് മാത്രമേ കാണിക്കാറുള്ളൂ.
ഒരുപക്ഷെ താങ്കളോട് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ താങ്കൾ ആരെ തെരഞ്ഞെടുക്കും? അതായത് സച്ചിൻ തെണ്ടുൽക്കറിനെയാണോ, രാഹുൽ ദ്രാവിഡിനെയാണോ, സൗരവ് ഗാംഗുലിയാണോ? ഐ തിങ്ക് സച്ചിൻ 2 തവണ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം എൻജോയ് ചെയ്യാണ്, അദ്ദേഹത്തിന് പ്രഷർ ആവശ്യമില്ല, റെക്കോർഡ്സ് ബ്രേക്ക് ചെയ്യാനുള്ള തിരക്കിലാണ്. പിന്നെ സൗരവ് ഗാംഗുലി ഇപ്പോൾ ക്യാപ്റ്റൻസി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നന്നായിട്ട് തന്നെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ദ ബെസ്റ്റ് ക്യാപ്റ്റൻ ഇന്ത്യ എവർ പ്രൊഡ്യൂസ്ഡ് ആസ് ഫാർ ആസ് ദിസ് വിന്നിംഗ് കൺസേൺ. ആൻഡ് ദിസ് ഈസ് രാഹുൽസ് ടൈം ആൻഡ് രാഹുൽ ഈസ് എ ഗ്രേറ്റ് പ്ലെയർ ആൻഡ് ഹീസ് ഡൂയിങ് ഗുഡ് ജോബ്. താങ്കൾ എന്താണ് കരുതുന്നത്? ഇർഫാൻ പത്താനെ ഫ്യൂച്ചറിൽ വസീം അക്രത്തിന് ഈക്വലായിട്ടുള്ള ഒരു ബൗളറായിട്ട് കാണാൻ പറ്റുമോ? അതിനുള്ള സാധ്യതയുണ്ടോ? ഞാനിത് തീർച്ചയായിട്ടും ഡിഫർ ചെയ്യും. നോട്ട് ഇർഫാൻ പത്താൻ. ഇറ്റ്സ് ടു ഏർലി. നമുക്ക് അദ്ദേഹത്തെ കപിൽ ദേവിന്റെ കൂടെയോ മറ്റാരുമായിട്ടോ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരുപാട് ടാലന്റ് ഉണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ എയിം ഇങ്ങനെയായിരിക്കണം, അതായത് ഇന്ത്യക്ക് വേണ്ടി 10 മുതൽ 15 വർഷം വരെ കളിക്കണമെന്ന്. ഇവിടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഒരു മാച്ച് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ ബ്രാഡ്മാന്റെ കൂടെയൊക്കെ കമ്പയർ ചെയ്ത് കളയും. അതെ, ഇത് 100% ശരിയാണ്. നിങ്ങൾക്കറിയാലോ, ഒരുപാട് സ്പോൺസർഷിപ്പുകൾ വരും. ആ കളിക്കാരൻ പേടിച്ചു പോവും, ഞാൻ എത്ര വലിയ സ്റ്റാർ ആയോ എന്നൊക്കെ ചിന്തിച്ചു പോവും. അതൊരിക്കലും അത്ര നല്ലതല്ല. ഒരുപക്ഷെ ഇർഫാൻ 15 വർഷം കളിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഹി ക്യാൻ റീച്ച്. അദ്ദേഹം നന്നായി ബാറ്റിംഗ് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന് ഇപ്പോൾ നല്ലപോലെ വിക്കറ്റും കിട്ടുന്നുണ്ട്. പക്ഷേ 15 വർഷം കളിച്ചാൽ മാത്രമേ ഒന്ന് മനസ്സിലാക്കാൻ പറ്റൂ. 5 വർഷം കളിച്ചുകൊണ്ട് ഒരിക്കലും പറയാൻ പറ്റില്ല ഇർഫാൻ എന്നേക്കാളും നല്ല ബോളറാണോ അല്ലെങ്കിൽ കപിൽ ദേവിന് ഈക്വൽ ആയിട്ടുള്ള നല്ല ബോളറാണോ എന്നൊന്നും. ഇറ്റ്സ് ടു ഏർലി ടു കമ്പയർ. താങ്കൾക്ക് ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം എന്താണ്? അതായത് ഇപ്പോഴൊക്കെ ഒരു മാച്ചിൽ 2 റൺ എടുത്താലോ അല്ലെങ്കിൽ വിക്കറ്റ് പോയാലോ അവരുടെ മനസ്സ് സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങും. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതെ, മീഡിയ പ്രസ് അറ്റൻഷൻ കിട്ടുമ്പോൾ മീഡിയയുടെ ഫസ്റ്റ് പേജ് തന്നെ നമ്മുടെ ഫോട്ടോസ് വരും. അപ്പോഴൊക്കെ ജനങ്ങൾ നമ്മളെ ഉറ്റുനോക്കും. പിന്നെ ഒരുപാട് സ്പോൺസേഴ്സ് കിട്ടും. പിന്നെ ഒന്ന് റിലാക്സ്ഡ് ആവും. പിന്നെ തന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള ചിന്തയൊക്കെ വരും. പക്ഷേ ഇതിൽ പാകിസ്ഥാന്റെ കാര്യം കുറച്ച് ഡിഫറൻ്റ് ആണെന്ന് പറയാം. അവിടെ പ്ലേയേഴ്സ് അധികകാലം കളിക്കുന്നതിന്റെ കാരണം അവിടെ ആരും ലിഫ്റ്റ് ചെയ്യില്ല, എല്ലാവരും സ്പോൺസേഴ്സിനെ അന്വേഷിക്കും. പക്ഷേ ഇവിടെ സ്പോൺസേഴ്സ് വന്ന് ക്യൂവിൽ നിൽക്കും. അതാണ് ഇവിടെ വ്യത്യാസം. എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് കിട്ടിയാൽ മാത്രമേ അതിന്റെ മഹത്വം മനസ്സിലാവുകയുള്ളൂ. അതാണ് ഇവിടെ നടക്കുന്നത്. ഇന്ത്യയിലെല്ലാം ഒറ്റയടിക്ക് നടക്കുന്നു. കുറച്ച് ഗ്യാപ്പ് കൊടുക്കണം. ഒരു പയ്യൻ നന്നായിട്ട് കളിച്ചാൽ 2 വർഷം നോക്കണം. അതിനുശേഷം മാത്രമേ സ്പോൺസേഴ്സിനെ വിടാൻ പാടുള്ളൂ. അത് ആ പയ്യനും നല്ലതാണ്, പിന്നെ നമ്മുടെ കൺട്രിക്കും നല്ലതാണ്. താങ്കൾ എന്ത് അഡ്വൈസാണ് കൊടുക്കാൻ പോകുന്നത്? അതായത് മഹേന്ദ്ര സിംഗ് ധോണിയുണ്ട്, ഇർഫാൻ പഠാനുണ്ട്, ഇവർക്കൊക്കെ എന്ത് ഉപദേശമാണ് കൊടുക്കാൻ പോകുന്നത്? ഇവർക്കൊക്കെ സ്പോൺസർഷിപ്പ് ലഭിച്ചു കഴിഞ്ഞു. വീരേന്ദ്ര സെവാഗു ആ ലിസ്റ്റിൽ തന്നെയുണ്ട്. സെവാഗ് വളരെ നല്ല പ്ലെയർ ആണ്. അദ്ദേഹം 40 ടെസ്റ്റ് മാച്ചുകൾ കളിച്ചിട്ടുണ്ട്, 50 ആവറേജ് ഉണ്ട്. ഐ തിങ്ക് അദ്ദേഹം ഇപ്പോൾ നല്ലൊരു കാറ്റഗറിയിലാണുള്ളത്. ബാക്കിയുള്ള 2 പേരോട് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു നല്ല സ്പോൺസർ വരികയാണെങ്കിൽ റെഫ്യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അതായത് റെഫ്യൂസ് ചെയ്യേണ്ട, പക്ഷേ ഗെയിം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. പെർഫോമൻസ് നന്നായാൽ എല്ലാം തന്നെ താനെ വന്നു ചേരും. കണ്ട സ്വപ്നങ്ങളെല്ലാം തന്നെ നിറവേറും. ഇൻ അവർ പാർട്ട് ഓഫ് ദ വേൾഡ് ക്രിക്കറ്റ് ഈസ് റിലീജിയൻ. സോ 2 വർഷത്തേക്ക് നമ്മുടെ പെർഫോമൻസ് വളരെ നന്നായിട്ട് സൂക്ഷിച്ചാൽ എല്ലാം തന്നെ താനെ വന്നു ചേരും. അതും 10 മടങ്ങ് അധികം വരും. വസീം സാർ, ഈ കോൺട്രവേഴ്സി അലിഗേഷനൊക്കെ കേട്ടതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഈ ചോദ്യം ചോദിക്കുന്ന കാര്യമൊക്കെ സുനിൽ ഗവാസ്കർ സാറും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നറിയാം. നിങ്ങൾ പഴയ ക്രിക്കറ്റിൽ PCC ടീമിൽ ഒരുപാട് റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെന്നറിയാം. പിന്നെ PCCയിൽ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ക്രിക്കറ്റിൽ സ്പെല്ലിങ്ങോട് ആരംഭിക്കുന്ന സമയത്ത് അവർ ക്രിക്കറ്റ് ഹാൻഡിൽ ചെയ്യുന്ന വിധം നിങ്ങൾ മിണ്ടാണ്ടിരുന്ന് പ്രസ്സിൽ മാത്രം കമന്റ് അടിച്ചാൽ അതെനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയുടെ അതൊരു കടമുള്ള ഒരു ജീവിതമായി മാറില്ലേ? ഇതുകൊണ്ട് ക്രിക്കറ്റ് മുന്നേറത്തില്ലല്ലോ. അത് ഞാനും അംഗീകരിക്കുന്നു. ക്രിക്കറ്റ് ബോർഡ് ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ പറഞ്ഞേ തീരൂ. അതുകൊണ്ടാണ് എന്നെ കോർട്ടിലേക്ക് വിളിച്ചത്. ഞാൻ ആവശ്യമില്ലാതെ സംസാരിക്കുന്നു പറഞ്ഞ് അറ്റാക്ക് ചെയ്യുന്നു. അതെ, ഇതിനെക്കുറിച്ച് എല്ലാവരും സംസാരിക്കണം. കാരണം നിങ്ങൾ ESPN ടീമിലും ഉണ്ടല്ലോ സാർ. പക്ഷെ എല്ലാവരും എന്തുകൊണ്ടാണ് ചേർന്ന് പറയാത്തത്? എനിക്ക് തോന്നുന്നത് ഞങ്ങളെപ്പോലുള്ള ടോപ്പ് പ്ലേയേഴ്സ് അത് പറഞ്ഞേ തീരൂ. ഏതെങ്കിലും ഒരു പ്ലെയറിനെതിരെ അനീതി നടന്നാൽ അല്ലെങ്കിൽ ക്രിക്കറ്റ് ബോർഡ് തെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് തുറന്ന് പറയേണ്ടതുണ്ട്. അതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ജനങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് നടക്കുന്നതെന്ന്. പക്ഷെ ആരും അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞല്ലോ, എല്ലാവർക്കും ഒരു ഭയം ഉണ്ടാവും, അല്ലെങ്കിൽ കോൺട്രവേഴ്സിക്കകത്ത് പോകാൻ താല്പര്യം ഉണ്ടാവില്ല. എന്നിരുന്നാലും അവരവരുടെ ഒപ്പീനിയൻ പറഞ്ഞേ തീരൂ. റൈറ്റ് ഓർ റോങ് അവരത് പറഞ്ഞേ തീരൂ.